നടൻ മോഹൻലാലിൻ്റെ പഴയൊരു ഓർമ്മയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെയാണ് അദ്ദേഹം സിനിമയിലുള്ള എല്ലാവരെയും കുറിച്ചും അദ്ദേഹത്തിന് ഓർമ്മയുള്ള കഥകൾ പറയുന്നത്. ഇപ്പോൾ നടൻ മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ അടിച്ച് പൂസായ ഒരു ദിവസം അദ്ദേഹം ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. മോഹൻലാലിന് വാശി കൂടി. അതായിരുന്നു അവിടെ സംഭവിച്ചത്. കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ചിത്രീകരണം ഉദയ സ്റ്റുഡിയോയിൽ നടക്കുകയായിരുന്നു. ഇതിനിടയിലുണ്ടായ രസകരമായ കഥകളിലൊന്നാണ് മോഹൻലാലിന്റെ കാർ യാത്ര എന്നാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് പറയുന്നത്. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ആലപ്പുഴയിലേക്ക് ഒരു ഹോട്ടലിൽ അന്ന് താമസിച്ചു. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മോഹൻലാലും പ്രിയദർശനും ഒക്കെ ഒന്ന് പൂസായി. പിന്നീട് മോഹൻലാലിന് ഹോട്ടലിലേക്ക് പോകേണ്ടതായുണ്ട്. പ്രിയന്റെ കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ പൂസായി നിൽക്കുന്ന മോഹൻലാലിന് ഒരാഗ്രഹം, കാറിന്റെ ഡിക്കിയിൽ കിടന്ന ഹോട്ടലിലേക്ക് പോകണമെന്ന്. എല്ലാവരും അത് വേണ്ട എന്ന് പറഞ്ഞു. അധികം നേരമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഡിക്കിയിൽ കിടന്നാൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ പൂസിന്റെ പുറത്ത് തന്നെ മോഹൻലാലിന്റെ വാശി കയറി എന്നാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് പറയുന്നത്. പ്രിയദർശൻ അതിനെ ശക്തമായി ആദ്യം എതിർത്തു. എന്നിട്ട് കാറിലേക്ക് കയറ്റാൻ പറഞ്ഞെങ്കിലും പൂസായി നിന്ന മോഹൻലാൽ അതിന് ഒന്നും ചെയ്തില്ല. ഡിക്കിയിൽ കിടന്നല്ലാതെ ഞാൻ വരികയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. നിർബന്ധം പിടിച്ചു. പ്രിയനും അല്പം ലഹരി ഉള്ളതുകൊണ്ട് അദ്ദേഹം സമ്മതം മൂളി. അങ്ങനെ കാറിന്റെ ഡിക്കിയിൽ കയറി മോഹൻലാൽ ചുരുണ്ടുകൂടി. അതിനകത്ത് കിടന്നു. പ്രിയദർശൻ ഡിക്കി അടച്ചിട്ട് കാറും കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലെത്തിയിട്ട് സെക്യൂരിറ്റിയോട് ഡിക്കിയിലൊരു സാധനമുണ്ട്, അതെടുക്കാൻ പറഞ്ഞു. ഹോട്ടലുകാരൻ എന്തോ സാധനമാണെന്ന് കരുതി ഡിക്കിയിലേക്ക് പോയി. ഡിക്കി തുറന്നു നോക്കിയപ്പോൾ നേരിട്ട് കണ്ടത് മോഹൻലാലിനെ. അതെടുത്ത് പുറത്തോട്ടിടാനാണ് ആദ്യം പ്രിയദർശൻ പറഞ്ഞത്. സെക്യൂരിറ്റി സാധനമെടുത്ത് പുറത്തു വയ്ക്കാനായി ഡിക്കി തുറന്നതും തല ഉയർത്തി വരുന്നു നമ്മുടെ മോഹൻലാൽ. പെട്ടെന്ന് അദ്ദേഹത്തിനെ കണ്ടതും സെക്യൂരിറ്റി ഒന്ന് ഭയന്നു. അയ്യോ മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയന്ന് ഓടി. ആദ്യം അതായിരുന്നു സംഭവം എന്ന് ഉറക്കെ അലറുകയായിരുന്നു. ഏകദേശം 35 വർഷം മുൻപ് നടന്ന രസകരമായ ഒരു സംഭവമാണിതെന്ന് ആലപ്പി അഷ്റഫ് വിവരിക്കുന്നു. മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ അമ്പാടി. അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫയായിരുന്നു ഈ സിനിമയ്ക്ക് കഥ എഴുതിയിരുന്നത്. 1964 പുറത്തിറങ്ങിയ തച്ചോളി ഒതേനയൻ എന്ന സിനിമയുടെ 2ാം ഭാഗം എന്ന നിലയിലാണ് ഈ ചിത്രം ഒരുക്കിയത്. മോഹൻലാലിന് അതിനൊരു ഗംഭീര കഥാപാത്രമുണ്ടായിരുന്നു. അന്നൊക്കെ മോഹൻലാൽ സ്റ്റാർ എന്ന് തന്നെ പറയാം. പ്രിയദർശനുമായി അത്രയും അടുപ്പം. പ്രിയദർശനും മോഹൻലാൽ കൂട്ടുകെട്ടും പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകെട്ട് അത്രമേൽ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇപ്പോഴും. മോഹൻലാലിൻ്റെ ഒരു വാർത്തകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ അത് എന്നും കാത്തു സൂക്ഷിച്ചു വെക്കും. ഇത്തരത്തിൽ പഴയകാല ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആരാധകർ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ്. എന്നാൽ ഇതിൽ പൂസായി എന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് വളരെയധികം മോശമായി പോയി എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അവർ സുഹൃത്തുക്കളാണ് എന്നും സൗഹൃദത്തിനിടയിൽ അവർക്ക് അങ്ങനെയൊക്കെ വാചകങ്ങൾ ഉപയോഗിക്കാമെന്നും അതിലൊരു തെറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് പിന്തുണച്ചുകൊണ്ടും എത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.